നമുക്കെന്തൊരു കപ്സ് ഉണ്ടാക്കിയാലോ? കപ്സ് ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 പട്ട, ഗ്രാമ്പൂ, ഒരു 5-6 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു ക്യാപ്സിക്കം, ഒരു സവാള, പിന്നെ നമ്മൾ ഒരു ചെറിയ തക്കാളിയും കൂടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ക്യൂബും കൂടി മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒറ്റൊരു ക്യൂബ് മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1/2 കിലോ ചിക്കനാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/2 കിലോ ചിക്കൻ ഇട്ടു. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് കപ്സ മസാലയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. കപ്സ മസാല മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. കപ്സ മസാല അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വരുള്ളൂ. നമ്മൾ ക്യൂബ് ഇട്ടുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം വരുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു കപ്പിൽ ഒരു 3/4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പകുതി വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കുക്കറിൽ ചിക്കൻ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചു. ആ വേവിച്ചതിന് ശേഷം നമ്മൾ ആ കുക്കർ തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ബാക്കി ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിലടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വിസിലടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മളത് ഓഫാക്കിയിട്ടു. പിന്നെ നമ്മളിത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇത് ഇങ്ങനൊരു ലുക്കിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാനും വളരെ ടേസ്റ്റി ആയിരുന്നു. നമ്മൾ അധികം എരിവൊന്നും ഇടാത്തതുകൊണ്ട് മക്കൾക്കും വളരെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതാ റൈസൊക്കെ നല്ല വിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.